സാർ നമസ്കാരം. തുർക്കി എന്തുകൊണ്ട് തുർക്കി വന്നില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുർക്കി ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെയാണ് തുർക്കി രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ വാർത്തകൾ കേട്ടതാണ്. ഇറാനിൽ വെച്ച് ആ, ഹമാസിന്റെ പൊളിറ്റിക്കൽ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ ആ, ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ബഹളങ്ങളാണ് മധ്യ ഏഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനാണെങ്കിൽ ഇസ്രായേലിനെ വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അറ്റാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേലിനെ ഇറാൻ മാത്രമല്ല വളഞ്ഞിരിക്കുന്നത്. പലസ്തീനിൽ നിന്നുള്ള ഇസ്ലാമിക് ജിഹാദ് ഹമാസ് സംഘടന, യമനിൽ നിന്നുള്ള ഹൂതികൾ, അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് സിറിയയിലുള്ള ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഇറാനിലും ഹിസ്ബുള്ള ഉണ്ട്. പിന്നെ ഇറാൻ തന്നെ ഇസ്രായേലിന് താക്കീത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തുന്നു. ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ തീ പാറും എന്ന് പറഞ്ഞ് അമേരിക്ക രംഗത്തെത്തുന്നു. അതേസമയം മധ്യേഷ്യയിൽ ഇവരുടെ എല്ലാവരുടെയും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ അമേരിക്ക കൃത്യമായിട്ട് അത് നിയന്ത്രിക്കുന്നുണ്ട്. കാരണം മധ്യേഷ്യ എന്ന് പറയുന്നത്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ സകല മാർക്കറ്റുകളും ഡൗൺ ആയി പോകും. എണ്ണയ്ക്ക് വില കൂടും. എണ്ണയ്ക്ക് വില കൂടി കഴിഞ്ഞാൽ സകല കാര്യങ്ങൾക്കും വില കൂടും. അമേരിക്കയുടെ ഡോളറിന്റെ വില ഇടിയും. വലിയ രീതിയിൽ രാജ്യങ്ങൾ ലോകം തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഒരു രണ്ടോ മൂന്നോ മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഇസ്രായേൽ അവരുടെ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് തടയും എന്നും ആണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു അന്ത്യം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലും ഇറാനും സുഹൃത്തുക്കളായിരുന്നല്ലോ. ഈ ഇടയ്ക്കാണ് അവർ ശത്രുക്കളായി മാറിയത്. പക്ഷെ ഇപ്പൊ തുർക്കി ഇതിൽ അനാവശ്യമായിട്ട് ഇടപെട്ടിട്ട് പറയുകയാണ്. തുർക്കി അറിയാലോ സാർ, തുർക്കിക്ക് ഈ ഇസ്ലാമിക രാജ്യങ്ങളോട് വലിയ താല്പര്യമാണ്. നമ്മുടെ ഇന്ത്യ തന്നെ കശ്മീരിൽ ഇന്ത്യക്കെതിരെ ഒരുപാട് നിലപാടുകൾ തുർക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ നിരന്തരം തുർക്കിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തുർക്കിയെ സഹായിക്കുന്ന പല നിലപാടുകളും ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഒരു ഡിപ്ലോമാറ്റിക് സിറ്റുവേഷൻ ആണ്, ഒരു കണ്ടീഷനാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോ എർദോഗൻ, തുർക്കിയുടെ ഭരണാധികാരി, പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അപ്പോ തിരിച്ച് എക്സിലൂടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ നീ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് സദാം ഹുസൈന്റെ ഗതിയായിരിക്കും. എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഒരു മുസ്ലിം വേൾഡിലെ ലീഡർഷിപ്പിന് വേണ്ടിയുള്ള അടിയാണ് ധനുഷെ. ഉം, തുർക്കിക്ക് പേടിയാന്ന് പറഞ്ഞാൽ ഇറാൻ ഈ ഇസ്ലാമിക് വേൾഡിന്റെ ലീഡറായി പോകുന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ബിക്കോസ് ഒറിജിനൽ കാലിഫേറ്റ് തുർക്കിയാണല്ലോ. നമ്മുടെ മാപ്പിള ലഹള yeah, correct, തൊട്ടുള്ള correct, correct. പരിപാടി അതെ, അതെ. അവിടെത്താണ് കടത്താണ്. അപ്പൊ ഒരു മുസ്ലിം വേൾഡിന്റെ അവസാന ലീഡർഷിപ്പ് അവസാന സുന്നി ഖലീഫയുടെ ആസ്ഥാനമായിരുന്നു തുർക്കി. ഇറാൻ ആണെങ്കിൽ ഷിയാണ്. ഇത് യാ. രണ്ടും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുമല്ല, ഇതിന്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഇറാനാണ് ഇവരൊക്കെ സ്പോൺസർ ചെയ്യണത്. നമുക്കറിയാം ഖത്താർ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ഖത്താറിനേക്കാളും കൂടുതൽ അവിടെ സ്പോൺസർഷിപ്പ് ഈ ലെബനണിനായാലും ഈ പറഞ്ഞാൽ ബെറൂട്ടിന് അവിടെ നിന്നായാലും ഈവൻ ഗാസയിലുള്ള മിസൈൽ ഫയർ ചെയ്യലും ഇതൊക്കെ ഇവർ കംപ്ലീറ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യണത് ഇറാനാണ്. ഇറാൻ കൊടുക്കണ ഉം, മിസൈലാണ് ഇവരൊക്കെ ഫയർ ചെയ്യണത്. അതിൽ ചിലത് പൊട്ടും, ഉം, ചിലത് പൊട്ടില്ല. ഈ പറഞ്ഞ മാതിരി പൂരത്തിന് വെടിക്കെട്ടുമാതിരി ഇരിക്കും അത്. പക്ഷേ ഈ പറഞ്ഞ ഇത് തുർക്കി വരാൻ കാരണം, തുർക്കിയിൽ ഈ എർഡോഗാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല, നേറ്റോന്റെ ഒരു അലയാണ്. നമ്മൾ കണ്ടു ഇവര് തമ്മിലുള്ള അടി യുക്രൈനിലും ഉണ്ടായിരുന്നു. യുക്രൈനെ കയറി ഉം, ആക്രമിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ചിലവർ പറഞ്ഞു നേറ്റോയിൽ നമുക്കങ്ങോട്ട് കിടക്കണ്ട, നമ്മൾ വെറുതെ അതിൽ പോയി തലയിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു കോലാവും, അവിടെ കിടന്നിട്ട് നമുക്ക് അതിൽ കിടക്കണ്ടെന്ന് പറഞ്ഞു. റഷ്യ അവര് തമ്മിൽ ഉം, ഉം, അടിച്ച് പിരിഞ്ഞ് എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ഉം, മാതിരി ഇത് തുർക്കിയിൽ കയറി കഴിഞ്ഞാൽ തുർക്കി നേറ്റോന്റെ അലയൻസിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഉം, നേറ്റോന്റെ ഒരു ചാർട്ടർ ഉണ്ട്, എന്നാൽ അവരൊരു അഗ്രിമെന്റ് ഉണ്ട്. നേറ്റോ ജോയിൻ ചെയ്യുമ്പോൾ പറയും, ഒരു രാജ്യം നേറ്റോന്റെ ഒരു അല്ല അലയൻസ് പാർട്ട്ണറെ വേറെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ, നോൺ നേറ്റോ, ഉം, അപ്പൊ ഈ എല്ലാ ഉം. നേറ്റോ ഫോഴ്സും കൂടി അവരടിക്കും. അതാണ് അതിന്റെ അതെ, ഒരു ചാർട്ടർ. അപ്പൊ അതിനർത്ഥം ഉം, യു എസും ബ്രിട്ടനും യൂറോപ്പിലെ ബാക്കി അന്യ രാജ്യങ്ങളും കൂടി എല്ലാവരും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം. അതാണ് അതിന്റെ ലോജിക്ക്. അതെ, അത് അതെ. നടക്കില്ല, നമുക്കറിയാം. അത് നടക്കാൻ പോണില്ല എന്ന ഉം, കാരണം നേറ്റോന്റെ ഒരു അലയൻസ് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ മിസൈൽ ഫയർ ചെയ്തപ്പോൾ അത് മാക്സിമം മിസൈൽ ഈ ഇങ്ങോട്ട് ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ജെറ്റ്സും അമേരിക്കൻ ജെറ്റ്സും ആണ് ഇത് ഹാൻഡിൽ ചെയ്തത്. അമേരിക്ക പിന്നെ കപ്പലുകൾ ഉം, രണ്ടെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഗൾഫിൽ. ഉം, അവരാണ് ഇത് ഉം. ട്രാക്ക് ചെയ്തത്. അപ്പൊ ഇറാൻ ഹൂത്തികളായാലും ഇറാനിയൻസ് ആയാലും ഹൂത്തികളും ഫയർ ചെയ്യും മിസൈൽസ് അവിടുന്ന് ഒറ്റ സമയത്ത് തന്നെ. യാ. ഇവിടുന്ന് ലെബനണിൽ ഫയർ. ഇപ്പൊ അയൺ ഡോമിന് അത്ര ഒരുമിച്ച് കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതാണ് ഈ യു കെയും യു എസും കയറി ലാസ്റ്റ് ടൈം ഇടപെട്ടത്. ഇപ്പോഴും ഉം, ഇറാൻ അറിയാം, അവരൊരു മിസൈൽ ലോഞ്ചിന് വേണ്ടിയിട്ട് ഒരു ലോഞ്ചർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മോളിൽ നിന്നുള്ള ഉം, സാറ്റലൈറ്റ്, യു എസ് സാറ്റലൈറ്റും ഇസ്രായേലി സാറ്റലൈറ്റുകളും ബാക്കിയുള്ള സാറ്റലൈറ്റുകളെല്ലാം ട്രാക്ക് ചെയ്ത് മിനിറ്റ് ടു മിനിറ്റ് ഉം, ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുക്കും. അത് യു എസ് ഉം, ഷിപ്സ്, ഉം, കപ്പലുകളായാലും യു കെയിലെ അവരുടെ ജെറ്റ്സ്, ഗൾഫിലുള്ള കുറേ റീജിയൻസിൽ അവരുടെ ജെറ്റ്സ് കിടപ്പുണ്ട്. ഈവൻ യു കെ യു എസിൻ്റെ ഉണ്ട് ജെറ്റ്സ്. സൗദി അതെ, അതെ. അറേബ്യ ഒന്നും വേണമെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യും.
അപ്പൊ ഇത് ഉം. ഇറാനെ അറിയാം, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വെറുതെ പറയും, ഞങ്ങൾ 4 പൊട്ടിക്കാൻ പോകണ്ടട്ടാ, നോക്കിക്കോ. അപ്പൊ ഈ പറഞ്ഞ ഉം, മാതിരി ഉം, ഉം, പണ്ട് ഉം. ജഗതിയുടെ സിനിമയിലാണ് പൊട്ടിക്ക് സ്വാമി എന്ന് പറഞ്ഞാൽ ഇതാണ്, അങ്ങനത്തെ ഒരു കേസാവും അവസാനം. അതെ അതെ പൊട്ടില്ലാതെ. അതെ. ആ, ഇത് പൊട്ടിച്ചാലും തുർക്കി എന്താ ചെയ്യാൻ പോണത്? തുർക്കിക്ക് എന്ത് അതോറിറ്റിയാണ് ഇതിലുള്ളത്? ഉം, തുർക്കിക്ക് ഈ പറഞ്ഞ മാതിരി ഒന്ന് തൊട്ട് നോക്കട്ടെ ഇസ്രായേലിനെ, ഇസ്രായേൽ കാണിച്ചു കൊടുക്കും. നമ്മൾ ഉം, കണ്ടതാണല്ലോ, ഓരോരുത്തർ ഹനീഫ ആയാലും അവരായാലും ഇവരായാലും ഇവർ ഹനിയയും എല്ലാവരും ഒരു തട്ടും. അങ്ങനെ എർദോഗാനും പോവും, ഈ പറഞ്ഞ മാതിരി സദ്ദാം ഹുസൈന്റെ മാതിരി അവസാനം തൂക്കി കൊല്ലും ഉം, ചിലപ്പോൾ എല്ലാവരും കൂടി. ഉം, ഉം, അതാണ്ടാവാൻ പോണത്. ഉം, പക്ഷെ ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി അത് യു എസിനും അത് വേണ്ടാന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, യൂറോപ്പിനുണ്ട്. ബിക്കോസ് ബേസിക്കലി ഓയിൽ പ്രൈസ് ഓൾറെഡി ഈ ഹൂത്തികളുടെ ഫയറിംഗ് കാരണം റെഡ് സീന്ന് കപ്പലുകളൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ അത് കാരണം ഉം, റേറ്റ് കൂടി തുടങ്ങി ഷിപ്പിങ്ങിന്റെ, എസ്പെഷ്യലി കണ്ടെയ്നർ ഷിപ്പിങ്ങിന്റെ വളരെ കൂടി റേറ്റ് ഉം, ഉണ്ട്. ഉം. അപ്പൊ അത് Yeah. കാരണം ഇനി ആ ഏരിയയിൽ അടി ഉണ്ടാക്കണ്ട. പക്ഷെ തുർക്കി ഇങ്ങനെ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടിരിക്കും, അവരൊന്നും ചെയ്യില്ല. ഇത് ഈ പറഞ്ഞ ഉം. മാതിരി പുലി വന്നു എന്നാണ് കേസ്, അവസാനം പുലി വരൂല്ല. അതാണ് അതെ. ഉണ്ടാവാൻ പോണത്. അപ്പൊ നമുക്ക് ഈ തുർക്കിയെ ഡിസ്കൗണ്ട് ചെയ്യാം, ധനുഷ്. ഉം. തുർക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഈ സദാം ഹുസൈന്റെ കാര്യം ഓർമ്മിപ്പിച്ചതുകൊണ്ട് നമുക്ക് സദാം ഹുസൈന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. ഈ സദാം ഹുസൈന് എന്താണ് സംഭവിച്ചത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും അറിയാം. ഈ ഇസ്രായേലിനെ ഒരിക്കൽ സദാം ഹുസൈൻ 1991 ഇറാഖിന്റെ ഏകാധിപതിയായിരുന്നല്ലോ സദാം ഹുസൈൻ. ആ സമയത്ത് സദാം ഹുസൈൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം സദാം ഹുസൈന് എന്താണ് സംഭവിച്ചത് എന്ന് ലോകം കണ്ടതാണ്. അമേരിക്ക അടക്കം സദാം ഹുസൈനെതിരെ രംഗത്ത് വന്ന് അവസാനം സദാം ഹുസൈൻ എങ്ങനെയാണ് മരണപ്പെട്ടത്, വിചാരണക്കിരയായത് എന്നൊക്കെ നമ്മൾ കണ്ട ഒരു വിഷയമാണ്. അപ്പോ അതുപോലെ ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്ക രംഗത്തുള്ളത് പോലെ, രംഗത്ത് തൊടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ, ഇപ്പൊ തുർക്കി ഇസ്രായേലിനെ കൈവയ്ക്കും എന്ന് പറയുമെങ്കിലും സാറ് പറഞ്ഞതുപോലെ ഒരിക്കലും കൈവയ്ക്കാൻ ഒരു സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. കാരണം അമേരിക്ക ഇസ്രായേലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. വേറെ ചില ആൾക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ യുക്രൈന്റെ വിഷയവും, യുക്രൈനിൽ അമേരിക്ക യുക്രൈന് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് യുക്രൈന് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലല്ലോ. അതുപോലെ അല്ലല്ലോ ഇസ്രായേലിന്റെ കാര്യം. ഇസ്രായേലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക്, 3ാം ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന്റെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പഴയതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത കൂടെ നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. അതാണല്ലോ ഞാൻ പറയാം, ഈ തുർക്കിയിൽ തന്നെ ഇപ്പൊ അവർ ഇന്റേണൽ ഒരു വളരെ ഒരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. അവിടെ കിം ജോങ് ഉണ്ണിന്റെ മാതിരിയാണ് ഇയാള് എർദോഗാൻ, ഒരു അബ്സല്യൂട്ട് അതെ അതെ. ഡിക്റ്റേറ്ററാണ്. അപ്പൊ പക്ഷെ അവിടുത്തെ ചില മണ്ടനാണ്. മണ്ടനാണ്. അതുമല്ല, അവിടുത്തെ ചില ഓപ്പോസിഷൻ പാർട്ടീസ് അയാളെ കുറെ ഉം, കാലമായിട്ട് ഇറക്കാൻ നോക്കുന്നുണ്ട്, അയാളുടെ ചെയർമാൻ. ഉം, ഉം, അയാൾ ഇറങ്ങിയിട്ടില്ല ഉം, ഇതുവരെ. അപ്പൊ ഇലക്ഷൻ ഉം. എന്നൊക്കെ പറയുന്നത് അവിടെ തമാശയാണ്. അതൊക്കെ നമ്മളെ ചൈനയിലെ ഇലക്ഷൻ മാതിരിയോ അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലെ ഇലക്ഷന്റെ മാതിരിയാണ് അത്. നമുക്കറിയാം എല്ലാവരും ആരാ ജയിക്കാൻ പോണെന്നുള്ള ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഈ ഉം, എർദോഗാനെ ഇറക്കുക എന്നുള്ളതിന്റെ ഇൻട്രസ്റ്റ് യു എസിനുണ്ട്, യൂറോപ്പിനുണ്ട്. ഉം, ബിക്കോസ് ഇയാള് വല്ലാണ്ട് പവർഫുൾ ആയി കഴിഞ്ഞാൽ, ആൻഡ് ഏറ്റവും വലിയ സ്പോൺസർ, ഇയാളെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോൺസർ സൗദി അറേബ്യയാണ്. സൗദി ഉം. അറേബ്യക്ക് വേറൊരു, അവരാണ് ഇസ്ലാമിക് വേൾഡിന്റെ നേതാവ്, ലീഡർ എന്നുള്ളൊരു പണ്ട് തൊട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. പക്ഷെ ഓ, ഇപ്പൊ ഇതിന്റെ അവരാരും സീരിയസ്. അന്തർധാരയില് നടക്കുന്ന ഒരു അടി സത്യം പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ഇത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം കൂടെയാണ്. ആണ്. ഇപ്പൊ നമ്മള് അന്ന് ഇയാളെ കൊന്നപ്പോ ഇറാനിൽ വെച്ചിട്ട്, നമ്മുടെ ഹനിയെ, നമ്മളാരും ഉം. ഒരു പ്രൊട്ടസ്റ്റ് സൗദി അറേബ്യയിൽ നിന്ന് കണ്ടില്ല, യു എ നിന്ന് കണ്ടില്ല. ഇവരാരും സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇറക്കിയില്ല, ഞങ്ങൾ കണ്ടം പക്ഷെ ചെയ്യുന്നു, സാറ് അത് ചെയ്യുന്നു. ഞെട്ടിപ്പോകുന്ന ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് കേട്ടോ. അത് ഞാൻ കണ്ടു. ഒരു അതെ അതെ. ഒരു ജാതിയൊക്കെ എടുക്കണുണ്ടോ അതൊക്കെ. അത് ഈവൻ ഇന്റർനാഷണൽ മീഡിയയിൽ ഞാൻ കണ്ടു അതിനെ പറ്റിയിട്ട്. ഉം, കേരളത്തിൽ ഉം, ഉം. പ്രൊട്ടസ്റ്റ് നടന്നു. അത് നമുക്കറിയാലോ, പണ്ട് സദാം ഹുസൈനെ തൂക്കിക്കൊണ്ടുവന്നപ്പോ ബന്ദ് നടത്തിയ ആൾക്കാരെ ഇവര്. അപ്പൊ അതെ അത് അതെ അതെ. പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ മാപ്പിള ലഹള നമുക്ക് എല്ലാവർക്കും അറിയാലോ. അന്ന് ഉം, ഉം, ഉം. 1921 ഇവര് പറഞ്ഞത് മാപ്പിള ലഹള ബ്രിട്ടീഷുകാരുടെ നേരെ ഉണ്ടാക്കിയത് കൊണ്ട് അവസാനം കൊന്നത് മുഴുവൻ ഹിന്ദുക്കളെയാണ്. അത് മറക്കരുത് അതെ നമ്മള്. അതെ. പിന്നെ അത് കഴിഞ്ഞ് ഉം. അടുത്തന്നെ എനിക്ക് 2-3 കൊല്ലം മുമ്പ് ഒരു പ്രൊസഷനൊക്കെ എടുത്ത് ജാഥയൊക്കെ എടുത്ത് ഇവര് പറഞ്ഞ ഞങ്ങൾ കത്തിയൊന്നും ഇനി ഇറക്കി വെച്ചിട്ടില്ല, ഉം. കത്തിയൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ഇവരൊക്കെ. അതെ അതെ. അപ്പൊ നാളെ ഒരു അടി ഉണ്ടായാൽ തുർക്കിയെ സപ്പോർട്ട് ചെയ്യാൻ പോണ ആൾക്കാർ ഇവർ തന്നെയാണ്, അതിൽ സംശയമില്ല. ഉം, ഭാരത് ഉം. സൈന്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ ലോയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്റർനാഷണൽ ഉം, ലെവലിൽ ഇപ്പൊ ഇസ്രായേലിനെ ആരും തൊടില്ല. ബിക്കോസ് അവർക്കൊരു പേടിയുണ്ട്. തൊട്ട് ഉം. കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു ബോംബൊക്കെ വീണ് 2 പൊട്ടും, അവിടെ കുറച്ച് പേര് ചാവും, വല്ല മരിക്കും, അങ്ങനെ വല്ല ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ ഉം, ആ തിരിച്ചടി ഉണ്ടാവില്ല, അത് പിന്നെ പറയണ്ട, ഉം, അത് നല്ലൊരു അടിയായിരിക്കും. അത് ഉം. ഇറാഖിൽ ഇവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ മാതിരി ഈ ടെക്നിക്കൽ ഇന്റലിജൻസിലും ഹ്യൂമൻ ഇന്റലിജൻസ് ഇസ്രായേലിനെക്കാട്ടും നല്ലൊരു ഒരു വേറൊരു രാഷ്ട്രം എനിക്കില്ല, ഈവൻ യു എസിനില്ല. അവരുടെ ഉം, ഓൺ ഉം. പ്രസിഡന്റ്, എക്സ് പ്രസിഡന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് യു എസ്.
പക്ഷെ അതേ അതെ സമയത്ത് ഇസ്രായേൽ അങ്ങനെയല്ല. ഈ ഹനിയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ 2 മാസം മുമ്പ് തന്നെ ബോംബ് കൊണ്ടുപോയി വെച്ചു എന്ന് US തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ചു, ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഇവര് ഇന്റലിജൻസ് എത്ര പെർഫെക്റ്റ് ആയിരിക്കണം, എങ്ങനെയാ എവിടെ കിടക്കും, അയാളെ ഏത് ബെഡ്റൂമിലാണ് കിടക്കണം, അത് മോൾക്ക് അവർക്ക് അറിയാം. അങ്ങനത്തെ ഒരു അതെ അതെ ഇന്റലിജൻസ്, അതാണ് ഇറാൻ പേടിച്ചിരിക്കണം. അല്ലാണ്ട് ഇറാനിന് ഇപ്പോ ഇയാൾ അവിടെ വന്ന് തട്ടിപ്പോയി എന്നുള്ളതിന് പേടിയൊന്നുമില്ല, നല്ല കാര്യം എന്ന് ഇറാനും ഉം. പറയുള്ളൂ. പക്ഷെ ഇറാന്റെ പേടി എന്താണ്, നാളെ ചിലപ്പോൾ ഖമനേനി കിടക്കുമ്പോൾ അതേ ബെഡ്റൂമിൽ ഇവർ കൊണ്ടുപോയി വിൽക്കുമോ എന്നുള്ള പേടിയാണ്. ബിക്കോസ് അതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അങ്ങനത്തെ അതെ ഒരു രാജ്യമായി പോയി ഇറാൻ ഇപ്പോൾ, ഒറ്റപ്പെട്ടു പോയി. ബിക്കോസ് ഈ ഷിയ പൊളിറ്റിക്സ് കാരണം പാകിസ്ഥാനും അപ്പൊ അല്ല, പോയി ഇറാന് ചിലപ്പോൾ. ഇറാന് ബേസിക്കലി വലിയ രീതിയിലുള്ള ഒരു അഭിമാനക്ഷതമായി പോയി. കാരണം ഇറാനുള്ളിൽ കയറി ഞങ്ങളുടെ ഒരു അതിഥിയെ വകവരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നാണക്കേടായി പോയി. അതാണ് ഇപ്പൊ നാളെ അവര് വേറെ ആരെങ്കിലും ഇറാനിൽ തന്നെ ആരെങ്കിലും തട്ടില്ല എന്ന് എങ്ങനെ കണ്ടു? അതും ചെയ്യും അവര് ചിലപ്പോൾ വേണമെങ്കിൽ. അപ്പൊ അധികം നിങ്ങൾ ഉം. ബോംബിട്ട് ഞങ്ങൾ കൊല്ലാൻ പോകുന്ന, അതാണ് ഇറാൻ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല, കണ്ടില്ലേ? അഫ്കോഴ്സ് നമ്മളൊരു ടിറ്റ് ഫോർ ടാറ്റ് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലാണ്ട് വെറുതെ കയറി ഉം. അടിച്ചിട്ട് കാര്യമില്ല. അത് യാ പ്ലാൻ ചെയ്യും. ഇവർക്കറിയാം, ഞാൻ പറഞ്ഞ മാതിരി ഒരു മിസൈലിന്റെ ഒരു ലോഞ്ചർ മാറ്റിയാൽ മതി. ഗാസയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉം. അവനതൊരു ഉം. ഉം. ഒരു ടററ്റ് പുറത്തേക്ക് എടുക്കലും അപ്പൊ തന്നെ അടിക്കും ഇസ്രയേൽ, ഒരു സെക്കൻഡുള്ള അവർ അതെ അടിക്കുക. അതെ അപ്പൊ അവർ അതെ നോക്കിക്കൊണ്ടിരിക്കണം. അവര് പൊട്ടന്മാരൊന്നല്ല ഇസ്രയേൽ, അവർക്ക് അറിയാം ഇവർ തിരിച്ചടിക്കും. തിരിച്ചടിച്ചാൽ എവിടുന്ന ഉം. വരാൻ പോണെന്ന് ഇവർക്ക് അറിയാം. ഹൂത്തീസിന്റെ അവിടെ നിന്ന് വരും, ഇറാൻ തന്നെ വരും, പിന്നെ ലെബനണിൽ നിന്ന് വരും. ഈ 3 ഉം. സൈഡ് ഇവർ കവർ ചെയ്യും. അപ്പൊ US-ന്റെ അടുത്ത് പറയും നിങ്ങൾ അവിടെ നോക്കിക്കോ, നിങ്ങൾ അവിടെ നോക്കിക്കോ. ഉം. പക്ഷേ ഈ പ്രോബ്ലം തുർക്കിയാണ്. തുർക്കി എങ്ങാൻ ഉം. വന്ന് ഇതിൽ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ കളി മാറും. ബിക്കോസ് വേറെ ഉം. നല്ല, തുർക്കിയുടെ അടുത്ത് നല്ല മിസൈൽസ് ഉണ്ട്, നല്ല ഫസ്റ്റ് ക്ലാസ് മിസൈൽസ് ഉണ്ട് അവരുടെ അടുത്ത്. ഉം. അത് കുറെ രാഷ്ട്രങ്ങൾക്ക് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ മിസൈൽസ് എല്ലാം. ഉം. അത് ഉം. ഇറാന്റെ ഉം. കയ്യിലുള്ള മിസൈലിനെക്കാട്ടും കുറച്ച് നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിസൈലാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഉം. തുർക്കിയുടെ കൂടെ ഒരു കപ്പലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു എയർക്രാഫ്റ്റ് കാരിയർ പണിയാനുള്ള പരിപാടിയൊക്കെ അവരുടെ ഒരു ഉം. ഉം. ഷിപ്പ് യാർഡിൽ നിന്ന്. അതിപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടു, 2 ആഴ്ച അത് ക്യാൻസൽ ആയി എന്നുള്ളത്. അവര് ഉം. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു, പാകിസ്ഥാൻ പറഞ്ഞു വേണ്ട. പക്ഷെ ഓഫ്കോഴ്സ് ഇന്ത്യൻ ഹൈക്കമ്മീഷനും ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സ് ഡിനൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, ഉം. ഞങ്ങൾ ഇപ്പോഴും അഗ്രിമെന്റ് ഉണ്ട്, എപ്പോഴെങ്കിലും പണിയും, നമുക്ക് നോക്കാം. കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ് പണിയും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗാർഡൻ റീച്ച് വർക്ക്ഷോപ്പിലായിരിക്കും അത്. ഈ പറഞ്ഞ മാതിരി തുർക്കിയുടെ ഒരു പൊളിറ്റിക്സ്, ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് ഇതിൽ വരുന്നത്. ബിക്കോസ് ഈ ലീഡർഷിപ്പ്, ഈ എർദോഗാന് ഒരു ഈ പറഞ്ഞ മാതിരി കിങ് ജോങ് ഉണ്ണിന്റെ ഒരു പാർട്ട് 2 ആയി മാറിയ ആള്. ബിക്കോസ് ആരും സീരിയസ് ഉം. ആയിട്ട് എടുക്കില്ല ആള്. അയാൾ എപ്പോൾ കണ്ടാലും ഓരോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടിരിക്കും, ആൾ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയും. അതൊക്കെ ഉം. കാണുമ്പോഴാണ് അയാൾക്ക് പേടിയാണ്. ഇപ്പൊ ഈ എർദോഗാൻ തന്നെ ഇപ്പൊ പുറത്തധികം ട്രിപ്പ് അടിക്കുന്നില്ല, ആൾക്ക് പേടിയുണ്ട്. ചിലപ്പോൾ തിരിച്ചു വന്നാൽ അവിടെ അയാളുടെ ഭരണം ഉണ്ടാവില്ലെന്ന്. ഉം. പാകിസ്ഥാനിലെ മാതിരിയാണ്. ഉം. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിമാര് പുറത്തേക്ക് ഇറങ്ങില്ല, ഉം. അവരധികം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ വേറെ ഇടത്തേക്ക് കസേരമ ഇരിക്കുന്നത്. അപ്പൊ അവരവിടെ നിന്ന് അതെ അതെ ഇറങ്ങില്ല. എർദോഗാന്റെ അതേ പ്രോബ്ലമാണ്. എർദോഗാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ആന്റി എർദോഗാൻ ഫോഴ്സസിനെ, അത് യൂറോപ്പിൽ, എസ്പെഷ്യലി യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഇസ്ലാമിക് ബാക്ക്ലാഷ് നമ്മൾ ഇന്നലെ കണ്ടു. UK-ലുണ്ടായ പ്രൊട്ടസ്റ്റും ഉം. അവിടെ ഒരു യാ പള്ളി കത്തിക്കലും പോലീസ് സ്റ്റേഷൻ അതെ കത്തിക്കലും അതെ കണ്ടു. അതെ യൂറോപ്പിൽ ഇപ്പോൾ തിരിച്ചടി വന്നു തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ഈ സെന്റർ പീസ് എന്ന് പറയുന്നത് സൗദി അറേബ്യ ആയിരുന്നു ഇതുവരെ. ലോകത്ത് എവിടെയും കണ്ടു കഴിഞ്ഞാൽ, ബിക്കോസ് മെക്കയും മദീനയും കിടക്കുന്ന സൗദി അറേബ്യയിലാണ്. അപ്പൊ അവരാണ് അതിന്റെ ഹോളി കസ്റ്റോഡിയൻസ് എന്നുള്ള ഒരു ലുക്കൗട്ട് ഉം. ഉണ്ടായിരുന്നു. ഉം. പക്ഷെ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് സൗദി അറേബ്യ US-ലെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് എല്ലാവരും ഒരു ഉം. കാഴ്ചപ്പാട്. ഇപ്പൊ അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ US-ന്റെ സപ്പോർട്ട് വേണം. അവരെത്ര ഉം. ഈ പറഞ്ഞ ഫൈറ്റർ ജെറ്റ്സ് എന്തിനാ വാങ്ങണേ മനസ്സിലാവണില്ല. ബിക്കോസ് അവരുടെ ഫൈറ്റർ ജെറ്റ് ടേക്ക് ഓഫ് ചെയ്യലും അടുത്ത രാഷ്ട്രത്തിലേക്ക് എത്തും, അത്ര സ്പീഡിൽ അത് ഉം. പോവാൻ. ഇവര് ഉം. വാങ്ങിച്ചുണ്ടാക്കണമെന്നാണ് US-നെ എങ്ങനെയെങ്കിലും ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇനി വരാൻ പോണ അടി ഇത്, ഈ ഇങ്ങാൻ തുർക്കി ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ഒരു ലോജിക്ക് പ്രകാരം സൗദി അറേബ്യ ഇതിൽ ഇറങ്ങും. സൗദി അറേബ്യ ഉം. അവരുടെ കാശും അവരുടെ മിസൈൽസും അവരുടെ വേണമെങ്കിൽ അവരുടെ ബേസുകളൊക്കെ US-നും UK-ക്കും യൂറോപ്യൻ ഫോഴ്സസിനും കൊടുക്കും. ഇസ്രായേലിന് കൊടുത്താലും നമ്മൾ അതിന് സർപ്രൈസ് ആവേണ്ട ആവശ്യമില്ല, അതും നടക്കും ധനുഷ്. സൗദി ഇസ്രായേലിന് മിസൈൽ കൊടുത്താൽ അത് വലിയൊരു വിസ്ഫോടനം തന്നെ ഈ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം തർക്കമില്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. സാറിന് എന്താ തോന്നുന്നത്, ഇറാഖ് ഇപ്പൊ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണോ അതേ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കില്ല? അപ്പൊ പേടിപ്പിക്കുകയാണ്, വേറെ ഒന്നുമില്ല. ഉം. ഇസ്രായേൽ, ഞാൻ പിന്നെ അതാണ് ആവർത്തിക്കുന്നത്, ഇസ്രായേലിനെ തൊടുക എന്നുള്ളത് കുട്ടികളുടെ കളിയല്ലാതെ ഇത് ഉം. ഇത് അവരെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അഡ്രസ് ഇല്ലാണ്ട് പോകുക. അതാണ് അവരുടെ തിരിച്ചടിക്കുക. അവർ ഇന്ന് വരെ ഉം. ഇസ്രായേൽ അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് കാണിച്ചിട്ടില്ല. അവർ യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ വാർഫെയർ ആണ്. അപ്പം നമ്മുടെ അടുത്ത് നിന്നാണ് അവർ ലേറ്റസ്റ്റ് മിസൈൽസ് വാങ്ങിക്കൊണ്ട് പോയിക്കുന്നത്. ബിക്കോസ് അവർ അതേ ടെക്നോളജി ഉപയോഗിച്ച് നമ്മളവിടെ മിസൈൽ പണിതായിരുന്നു ഒരു ജോയിന്റ് വെഞ്ചറിൽ. ഉം. അത് പുറത്താർക്കും അറിയില്ല ഉം. അധികം പേർക്ക്. ഈ ക്രൈസിസ് ഉം. വന്നപ്പോൾ അവർക്ക് ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു അവരുടെ അടുത്തും. കുറെ മിസൈൽ അവർ ഉം. നമ്മുടെ നിന്ന് വാങ്ങിച്ചു. അതാണ് ഇന്നലെ നമ്മൾ കണ്ടില്ലേ,
CPM-ഉം കുറെ ബുദ്ധിജീവികളൊക്കെ കൂടി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി നമ്മൾ ഇസ്രായേലിന് നമ്മൾ ഞാൻ ആയുധങ്ങൾ കണ്ടു. കൊടുക്കാൻ പാടില്ല. അതെ. ഉം. അതാണ് എന്റെ പരിപാടി. അപ്പൊ നിങ്ങൾ ഇതെല്ലാം അടിമൊത്തം ഇംഗ്ലീഷിൽ പറയും. മധ്യേഷ്യയിലാണെങ്കിലും കൊള്ളുന്നത് മൊത്തം ഇവിടെയുള്ള കുറെ ബുദ്ധിജീവികൾക്കാണ് വേദനിക്കുന്ന. ബിക്കോസ് അവരെ സ്പോൺസേഴ്സ് അല്ലേ, ഇപ്പൊ അവരെ ഒന്ന് സിമ്പത്തൈസ് ചെയ്യണം നമ്മൾ. അവര് കാശ് മുഴുവൻ അവിടുന്ന് വരണേ. അവരപ്പോ സിന്ദാബാദ് വിളിച്ചില്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഫണ്ടിങ് കട്ടായി പോകും. ജോർജ് സോറോസ് അല്ലേ. പക്ഷെ ഈ നടക്കാൻ പോകുന്നത് ഇനി എവിടുന്ന് ഇസ്രായേലിനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓലപ്പാമ്പ് കാണിച്ച് അങ്ങനെ പേടിപ്പിക്കാൻ തന്നെ പറ്റില്ല, നടക്കില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ചെറിയ രാജ്യമായിരിക്കും, പക്ഷെ അവരുടെ അടുത്തുള്ള ശക്തി അത് ഞാൻ പറഞ്ഞ മാതിരി US-ന്റെ അടുത്തും ഇല്ല. അവരെ അടിച്ചു കഴിഞ്ഞാൽ അവരൊരു ലോജിക്കലായിട്ടാണ് അവരെ ഫൈറ്റ് ചെയ്യാറുണ്ട്, ഇല്ലോജിക്കലായിട്ടല്ല. ഇതേതോ ചെറിയൊരു വേറൊരു രാഷ്ട്രത്തെ പേടിപ്പിക്കുന്ന മാതിരി തുർക്കി പോയി അടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും പേടിപ്പിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും. തുർക്കി എന്നുള്ള കുറെ പേര് അവിടെ പോയി സെറ്റിൽ ആയിട്ടുണ്ട് യൂറോപ്പിൽ പോയിട്ട്. അത് അതിനെക്കാളും വലിയ തമാശയാണ്. അപ്പോൾ തുർക്കി എന്ന് പറഞ്ഞ രാഷ്ട്രം ഈ പറഞ്ഞ മാതിരി വേറൊരു ഇറാഖായി മാറുമെന്നൊരു സംശയം. സദ്ദാം ഹുസൈൻ്റെ ഒരു റെഫറൻസ് എനിക്ക് ആ കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. അവർ ഇറാഖാക്കി മാറ്റുക തുർക്കി എന്നുള്ളതാണ് കാണേണ്ടത്. അത് US-ന് വളരെ ഇഷ്ടമായിരിക്കും. ബിക്കോസ് ഇയാളെന്ന് ആ ലൈനിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ സൗദി അറേബ്യ ഹാപ്പി ആവും. സൗദി അറേബ്യ കുറെ കൂടി കാശ് തരും. അതുകൊണ്ട് അവിടെ ഒരു പപ്പറ്റ് റെജീം അവർ ഈ പറഞ്ഞ മാതിരി തുർക്കിയിൽ അങ്കാറയിൽ ഹോയിസ്റ്റ് ചെയ്താലും നമ്മളതിൽ ഒരു വി ഷുഡ് നോട്ട് ബി സർപ്രൈസ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ. അതുമാതിരി ആവും അവസാനം. അത് ഉണ്ടാവുമ്പോണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എർദോഗാനെ ഇവരെ ഇറക്കും, US ഇറക്കും, അല്ലെങ്കിൽ സൗദി അറേബ്യ ഇറക്കും. അതിന്റെ ഒരു സ്റ്റാർട്ട് പോയിന്റ് ആണ് തോന്നുന്നുണ്ട് എനിക്കിത്. എന്തായാലും എനിക്ക് ഒരു കാര്യം മാത്രമല്ല അവസാനമായിട്ട് പറയാനുള്ളൂ. സാറ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് നിലവിളിയുടെ നാളുകളാണ്, കരച്ചിലല്ല, നിലവിളിയുടെ നാളുകളാണ് വരാനുള്ളത് എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കരഞ്ഞ് ഇവിടെ കരമനയാറ് നിറഞ്ഞു. ഇനിയും ഒരുപാട് നിലവിളിക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വളരെ നന്ദി സാർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.